സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പരിപൂർണമായും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞയാഴ്ച ഞാൻ നിങ്ങളോട് ഒരു വലിയ കാര്യം ഉണർത്തിയിരുന്നു. അൽഹംദുലില്ലാ, അത് ഓർമ്മയുണ്ടല്ലോ. അൽഹംദുലില്ലാ, അതെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് കഴിയും. നമ്മുടെ നിയ്യത്ത് സാദിഖായ നിയ്യത്താണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. അതിന് കഴിയണം ഒരു മുഅ്മിനാണെങ്കിൽ. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത ആ കൺകുളിർമയേകുന്ന പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. അതിന് ചില നിർദ്ദേശങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു. രാത്രി വളരെ നേരത്തെ നമ്മൾ കിടന്നുറങ്ങുക. രാത്രി കിടക്കാൻ നേരത്താണ് എല്ലാ ചാനലുകളും തുറക്കപ്പെടുന്നത്. ഈ ചാനലുകളുടെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എങ്കിൽ വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ആണ് നമ്മുടെ അകത്ത് സംഭവിക്കുക. പിന്നെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയില്ല. ഒരാൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുകയും വളരെ സമാധാനത്തോടുകൂടി എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അയാളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനം ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പലപ്പോഴും ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണേ, അല്ലാഹുവിന്റെ ഓർമ്മ കൊണ്ട് മാത്രമാണ് ഹൃദയം ശാന്തമാകുന്നത്. ശാന്തമായി അല്ലാഹുവിനെ ഓർത്ത് വളരെ സമാധാനത്തോടുകൂടി അല്ലാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട്, ഞാനിതാ എന്റെ ഈ ഉറക്കം, എന്റെ ഈ കണ്ണടക്കൽ ചിലപ്പോൾ അവസാനത്തേതാകാൻ സാധ്യതയുണ്ട്. ബിസ്മിക അല്ലാഹുമ്മ അമൂത്ത്, ഞാൻ മരിക്കാൻ പോകുകയാണ്. അല്ലാഹുവേ, ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്റെ നാമത്തിലാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് നീയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ആ നിന്റെ നാമത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ ഉണരുകയും ചെയ്യുന്നത്. അങ്ങനെ ശരിയായ ദിക്റോടുകൂടി ശരിയായി അനുഭവിച്ച് ഒരാൾ ഉറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഒരാളുടെ നിയ്യത്ത് അങ്ങനെയായി കഴിഞ്ഞാൽ, ഒരാളുടെ പരിശ്രമം അങ്ങനെയായി കഴിഞ്ഞാൽ, നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിച്ചുവോ നമ്മുടെ വഴി നാം കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ രാത്രി നേരത്തെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. അല്ലാഹുവിന്റെ ആവശ്യമാണ്. അല്ലാഹു നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് നിങ്ങളെ വളർത്തുവാൻ. അല്ലാഹു വലിയാണ്. നമ്മുടെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന് പ്രത്യേക നേട്ടവുമില്ല. നിങ്ങളെ വളർത്തുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയപ്പെടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ അല്പസമയം എന്നാണ് ആ മിന്നിന്റെ അർത്ഥം. തബ്ഗീദിയായ മിൻ. മറ്റ് ചർച്ചകളൊക്കെ മുഫസ്സിറുകൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്.
രാത്രിയിൽ അല്പസമയം എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഉറക്കമുണർന്ന് നിസ്കരിക്കുക. അല്ലാഹു സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തേക്ക് താങ്കളെ ഉയർത്തിയേക്കാം. സുഖകരമായ ഉറക്കിനേക്കാൾ എത്രയോ മടങ്ങ് സുഖകരമാണ് ഉറക്കം നൽകിയ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുക. അത് വലിയ സുഖാണ്, ശുക്റിന്റെ ഫീലിംഗ്. ഉറക്കിനേക്കാൾ എത്രയോ മടങ്ങ് സുഖമുള്ള സംഗതിയാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരുപാട് സംഗതികൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് ശക്തമായ എനർജി ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവന്റെ കിടപ്പാടത്തോട് വിട പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനൊരു എനർജിയുണ്ട്. നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും അത് കുത്തിയൊലിക്കപ്പെടും. അല്ലാഹു പറഞ്ഞത് വമിനൽ ലൈൽ, ഒരൽപ്പം നിന്നാൽ മതി, ഒരുപാട് നൽകും അല്ലാഹു. ഉറക്കം നിങ്ങൾക്ക് ആവശ്യമാണ്. വജഅൽനാ നൗമക്കും സുബാതൻ, നിങ്ങൾക്ക് ഉറക്കം നൽകിയത് അല്ലാഹുവാണ്. ഉറക്കിനെ സുഖകരമാക്കിയത് അല്ലാഹുവാണ്. അല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയാണ്. നിങ്ങളെപ്പറ്റി പറയപ്പെടുന്നുണ്ടല്ലോ, നിങ്ങൾ രാത്രി മുഴുവനും നിസ്കരിക്കുകയാണ്, വിടവില്ലാതെ നിസ്കരിക്കുകയാണ്, നിങ്ങൾ എല്ലാ പകലിലും നോമ്പനുഷ്ഠിക്കുകയാണ് എന്ന് നിങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ, ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലിയ പുണ്യകർമ്മമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഫലാ തഫ്അൽ, നീ അങ്ങനെ പ്രവർത്തിക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖും വനം, നീ നിസ്കരിക്കണം, ഉറങ്ങണം അതേ സമയത്ത്. വസ്ഖും വഅഫ്തിർ, നീ നോമ്പനുഷ്ഠിക്കണം, നോമ്പ് മുറിക്കുന്ന സമയവും വേണം. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാൻ ഇത് അഫല തഫ്അൽ, അങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത്. ആ മഹാനായ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, സഹാബി വര്യൻ വീണ്ടും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എനിക്കതിനേക്കാൾ നല്ല ശക്തിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ മാസത്തിൽ 3 ദിവസം നോമ്പനുഷ്ഠിച്ചോ, 10 ഇരട്ടിയാണ് പ്രതിഫലം, 30 പ്രതിഫലം. മാസത്തിൽ 3 ദിവസം നോമ്പനുഷ്ഠിച്ചു. എന്നാൽ എനിക്കതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും മിൻ കുല്ലി ജുമുഅത്തിൻ 3 അയ്യാം, എല്ലാ ഓരോ ആഴ്ചയിലും 3 ദിവസം നോമ്പനുഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, വഇന്ന ലിഐനിക അലൈക ഹഖ്ഖൻ വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖൻ വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖൻ, നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ ഇണയോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, അല്ലേ? ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകളൊക്കെ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യത്തെ ഒരിക്കലും അങ്ങനെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക, നാഫിലതൻ ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് അനുഗ്രഹം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ? മഖാമം മഹ്മൂദിലേക്ക് താങ്കളെ ഉയർത്താൻ എന്ന് പറഞ്ഞില്ലേ? അസ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, ഉയർന്ന സ്ഥാനത്തേക്ക് താങ്കളെ കൊണ്ടുപോകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ രാത്രികാല നിസ്കാരത്തിലാണ്. മഖാമം മഹ്മൂദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംബോധനയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശഫാഅത്തിനുള്ള അവകാശമാണ്. വലിയ അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശഫാഅത്ത്. 5 തരത്തിലുള്ള ശഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒന്ന് ശഫാഅത്തുൻ ആമ്മ, പൊതുവിൽ എല്ലാവർക്കും അനുവദിക്കപ്പെടുന്ന ശഫാഅത്ത്.
രണ്ടാമത്തെ ശഫാഅത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ള അനുവാദം. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട്, സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നീട് അവരെ വിചാരണ നടത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ, അല്ലാഹുവേ ഞങ്ങളെ നീ ലളിതമായി വിചാരണ നടത്തേണമേ. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് അപഗ്രഥിച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമുണ്ട് അവിടെയും. അല്ലാഹു ചോദിക്കാണ്, ഈ ദോഷം നിനക്ക് ഓർമ്മയില്ലേ, ഈ ദിവസം നിനക്ക് ഓർമ്മയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തോടു കൂടി കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതാണ് ഹിസാബു യസീർ, ഇതാണ് ലളിതമായ വിചാരണ. കൃത്യമായി അല്ലാഹു ഓരോരുത്തരെയും നോക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹലക്, നശിച്ചു പോകും, ഒരാളും രക്ഷപ്പെടുകയില്ല. അപ്പോ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചോദിക്കുവാനുള്ള അവകാശം അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കും. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. 3, ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ മുവഹ്ഹിദീകളായ ആളുകൾ, മുവഹ്ഹിദീങ്ങളായ ആളുകൾ, അവരിൽ ശിർക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നാൽ അവർ പാപങ്ങൾ മുഖേന നരകാവകാശിയായി തീർന്നിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ശഫാഅത്ത്. അല്ലാഹുവേ, ഇവരുടെ തൗഹീദിന്റെ കാരണമായിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണമായിട്ട് ഇവരെ രക്ഷപ്പെടുത്തേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. 4ാമത്തെ ശഫാഅത്ത് നരകത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. അത് കാരണമായി, ആ ശഫാഅത്ത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷയെ ലഘൂകരിച്ചു കൊടുത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. 5ാമത്തെ ശഫാഅത്ത് സിയാദത്തു ദറജാതി ഫിൽ ജന്ന, സ്വർഗത്തിൽ സ്ഥാനം ഉയർത്താൻ വേണ്ടിയുള്ള ശഫാഅത്ത്. മലക്കുകളുടെ ദുആ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ലേ? മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അവരുടെ സന്താനങ്ങളെയും അവരുടെ ഇണകളെയും അവരുടെ മാതാപിതാക്കളെയും അവരോടൊപ്പം നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത നിത്യമായ സ്വർഗത്തിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും ഇണകളെയും പ്രവേശിപ്പിക്കണമേ എന്ന് മലക്കുകൾ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഇത് ഖുർആനാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ശഫാഅത്തിന്റെ ഒരു ഭാഗമാണ് ദറജകൾ ഉയർത്താൻ വേണ്ടിയുള്ള ശഫാഅത്ത്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെയ്യേണ്ടത്, സ്വലാത്ത് ചൊല്ലേണ്ടത്. നല്ല സ്വലാത്ത്, നല്ല അഡ്രസ്സിലുള്ള സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത്, സുന്ദരമായ സ്വലാത്ത്, അത് നമ്മൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഒന്നും ഒരാൾക്കും നഷ്ടപ്പെടാനില്ല ഈ സ്വലാത്ത് കൊണ്ട്. സ്വലാത്ത് കൊണ്ട് അവന്റെ പേരിൽ അല്ലാഹു 10 റഹ്മത്ത് ചെയ്യുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വളരെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കും. ഒരു പ്രത്യേകം ഒരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഇഷാറ ചെയ്ത കാര്യമാണ്, ഇദാ സമിഅ്തുമുൻ നിദാ, നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. ഇദാ സമിഅ്തുമുൻ നിദാ ഫഖൂലൂ മിസ്ല മാ യഖൂൽ, അതുപോലെ പറയണം എന്ന് പറഞ്ഞു. സുമ്മ സ്വല്ലു അലൈഹി, പിന്നീട് എന്റെ പേരിൽ സ്വലാത്ത് പറയണം.
എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം ബാങ്കിന്റെ ശേഷം. അതുപോലെ പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയണം. فإنه من صلى علي صلاة صلى الله عليه بها 10. എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم سلوا لي الوسيلة. പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീലത്ത് ചോദിക്കണം. എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ വസീല ചോദിക്കണം. فإنها منزلة في الجنة. സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ സ്ഥാനമാണ് വസീല എന്ന് പറഞ്ഞാൽ. ആതി മുഹമ്മദിനിൽ വസീല. പ്രത്യേകം നമ്മൾ ദുആ ചെയ്യില്ലേ? സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു സ്ഥാനമാണ്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അല്ലാഹുവിന്റെ ദാസന്മാരിൽ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. അതെനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണം. വഅർജു അൻ അകൂന അനഹു. അതായിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ വസീല എന്ന സ്ഥാനം എനിക്ക് നേടണമെന്നാണ്. അതുകൊണ്ട് എനിക്ക് വസീല ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചു. ഫമൻ സഅല ലി അൽ വസീല. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഫമൻ സഅല ലി അൽ വസീല. എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ആരെങ്കിലും വസീലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലത്ത് ലഹു അശ്ശഫാഅ. അവന് ശഫാഅത്ത് ഉണ്ടായി, അവന് ശഫാഅത്ത് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ ബാങ്കിന്റെ ശേഷവും മറന്നു പോകരുത്, സ്വലാത്ത് പറയാൻ മറന്നു പോകരുത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശഫാഅത്ത് ചോദിക്കാൻ, വസീലത്ത് ചോദിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. ആഗ്രഹമില്ലേ നിങ്ങൾക്ക് സുത്യർഹമായ സ്ഥാനത്തേക്ക്, ആദരിക്കുന്ന സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുവാൻ, ഇൻദ മലീകിൻ മുഖ്തദിർ, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ക്ഷണിക്കുവാൻ. സുബ്ഹാനല്ലാഹ്. ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ, അതിനുവേണ്ടി ജിഹാദ് ചെയ്യണം, അതിന് കൃത്യമായി പ്രവർത്തിക്കണം. لا حول ولا قوة إلا بالله. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. ഇനി അടുത്ത ആയത്ത് എന്താണെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളോട് നിർദ്ദേശിച്ച ദുആയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് പഠിക്കണം. എല്ലാവരും എല്ലാ നിസ്കാരത്തിന് ശേഷവും നിസ്കാരത്തിലുമൊക്കെ ദുആ ചെയ്യണം. രാത്രികാലത്ത് പ്രത്യേകം ദുആ ചെയ്യണം. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. നബിയെ താങ്കൾ ദുആ ചെയ്യണം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. എന്താണ് ദുആ? എന്റെ റബ്ബേ, രക്ഷിതാവേ, നാഥാ, സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കണമേ. സത്യത്തിന്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ എന്നാണ് ആ ദുആ. ഇത് വല്ലാത്തൊരു ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നേരിട്ട് പഠിപ്പിക്കുന്ന ദുആയാണ്. സത്യത്തിന്റെ മാർഗം അല്ലേ? നബിമാരൊക്കെ നമ്മുടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന നബിമാരുടെ മാർഗം ഏതാണ്? നമ്മോട് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്, കൂനൂ മഅസ് സാദിഖീൻ, കൂനൂ മഅസ് സാദിഖീൻ, സത്യസന്ധരോടൊപ്പം നിങ്ങളായി തീരുക. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ.
നിങ്ങൾ ഓർക്കണേ ഈ ഗ്രന്ഥത്തിലൂടെ, അള്ളാഹുവിന്റെ ഈ വചനങ്ങളിലൂടെ നിങ്ങൾ ഓർക്കണം. ഇബ്രാഹിമിനെ, ഇദ്രീസിനെ അലൈഹിമസ്സലാത്തു വസ്സലാം ഓർക്കണം നിങ്ങൾ. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധത പുലർത്തിയ നബിമാരാണ് ഇവര്. ഖുർആൻ പരിചയപ്പെടുത്തി തരികയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രയാണം സത്യത്തിലേക്കായിരിക്കണം. നാം വല്ല ദിക്കിലേക്കും പുറപ്പെടുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. ജോലിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി, നമുക്ക് നമ്മൾ ദുആ ചെയ്യാണ്. പ്രൊമോഷൻ കിട്ടുമ്പോൾ അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, നമ്മുടെ ചെറിയ അറിവ് കൊണ്ട് നമ്മൾ വിചാരിക്കും അതാണ് നല്ലത് എന്ന്. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പുറപ്പെടുക. ജോലിയിൽ നിന്ന് നിങ്ങളെ ഡിസ്മിസ് ആക്കി, അപ്പോഴും നിങ്ങളുടെ ദുആ എന്താ? അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് കുറെ ആളുകൾ ഡിസ്മിസ് ആക്കി കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ദുആയാണ് വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഈ ലോകത്ത് ഏത് സ്ഥാപനം ഡിസ്മിസ് ചെയ്താലും, ഏത് വ്യക്തികൾ നമ്മളെ ബഹിഷ്കരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസ്മിസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം അല്ലേ? അല്ലാഹുവിന്റെ ഡിസ്മിസ് എങ്ങനെയാണ് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവഗണിക്കുന്നത് എന്നറിയാമോ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെച്ചിരിക്കുകയാണ്. വയറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ. എല്ലാ ദൃഷ്ടാന്തമായി കണ്ടാലും അവർ വിശ്വസിക്കൂല. അല്ലാഹു സീൽ വെച്ചിരിക്കുകയാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون എന്നൊക്കെ പറഞ്ഞില്ലേ? മുന്നിലും പിന്നിലും വലിയ ബാരിക്കേഡുകൾ അവർ തന്നെ തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ നാം മൂടിയിരിക്കുന്നു. അവർക്കൊന്നും കാണാൻ പറ്റില്ല, ദൃഷ്ടാന്തങ്ങൾ കാണാൻ പറ്റില്ല. നമ്മുടെ ദുആ ഇതാണ്, നമ്മുടെ ദുആ ഇതാണ്. ഞാൻ ജയിക്കണമെന്നല്ല. അല്ലാഹുവേ, ചിലപ്പോൾ ഭൗതികമായിട്ട് ഞാൻ പരാജയപ്പെട്ടാലും ശരി, എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടാലും ശരി, സത്യത്തിന്റെ വാഹകനായി തീരണം. എന്റെ പ്രയാണം സത്യത്തിലേക്കായിരിക്കണം. ഞാൻ ബഹിഷ്കരിക്കുന്നത് സത്യത്തിന് വേണ്ടിയായിരിക്കണം. എന്നെ ബഹിഷ്കരിക്കപ്പെടുന്നത് സത്യത്തിന് വേണ്ടിയായിരിക്കണം. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ജീവിതം. സുബ്ഹാനല്ലാഹ്, വളരെ സുന്ദരമാണത്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. സുന്ദരമായ ദുആ, അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആ. അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് കൊണ്ട് മുൻനിർത്തിക്കൊണ്ട്, അല്ലാഹുവേ നീയാണ് വഴി നടത്തുന്നവനെന്ന് സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ദുആ. എല്ലാവരും ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ബാത്തിലിന്റെ ശക്തിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര ഭീകരമായ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വെറും ഒരു നാൽക്കാലി, ബൽഹും അവൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യമാണ്. പശുവിന്റെ ചാണകം തിന്ന് അതേ പശുവിന്റെ മൂത്രവും കുടിച്ച് അതേ നാൽക്കാലിയെ ആരാധിക്കുകയും അതേ നാൽക്കാലിക്ക് വേണ്ടി മനുഷ്യരെ പിച്ചു ചീന്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന, നാടിനെ നശിപ്പിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ തീരെഴുതിക്കൊണ്ടിരിക്കുന്ന, വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ അവർ കൊടികുത്തി വാഴുന്ന കാലത്തും നമുക്ക് പറയാനുള്ളത് റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. അല്ലാഹുവേ, കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥ തീവ്രവാദികൾ അവര് ഇരുട്ടിന്റെ ശക്തികളാണ്. ഒരു സമുദായത്തിന് നേരെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുകളെ വളർത്തും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയതുപോലെ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രമായി ചിന്തിച്ചു, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഈ ദഅവത്ത് മുശ്രിക്കുകളായ ആളുകൾക്ക് അല്ലെങ്കിൽ ജാഹിലുകളായ ആളുകൾക്ക് പ്രബോധനം ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ മുന്നോട്ട് വന്നത് അബൂജഹലാണ്. അബൂജഹല് കുപ്രചരണം നടത്തി. ആ കുപ്രചരണം പ്രചരണമായി മാറി. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടന്വേഷിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. തുഫൈൽ ഇബ്നു അംർ ദൗസിയെ പോലുള്ള ആളുകൾ ഇസ്ലാം വിശ്വസിച്ചത് അങ്ങനെയാണ്. ഇങ്ങനെ നമ്മുടെ മക്കയിൽ നമ്മുടെ കുലദൈവങ്ങളെ ചീത്ത പറയുന്ന ആണോ? പക്ഷേ അദ്ദേഹത്തോട് സംസാരിച്ച ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാ നബിമാരുടെയും സ്വഭാവം അതാണ്. അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ അറിയാം ആ ഈമാനിന്റെ സൗന്ദര്യം, അവരുടെ പെരുമാറ്റത്തിന്റെ അങ്ങേയറ്റത്തെ വശ്യത അവർക്കത് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ സത്യത്തിന്റെ വാഹകരാണ്. സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. വഖുൽ ജാഅൽ ഹഖ്, വളരെ സുന്ദരമാണത്. വഖുൽ ജാഅൽ ഹഖ് പറയണം. അല്ലാഹു പറയാണ്. നമുക്കൊരു മുദ്രാവാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എഴുതി തന്നിട്ടുണ്ട്. എന്താണ് മുദ്രാവാക്യം? വഖുൽ നബിയെ താങ്കൾ പറയണം, ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ, സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുകയാണ്. ഇന്നൽ ബാതില കാന സഹൂഖ, ഇന്നൽ ബാതില കാന സഹൂഖ, നിശ്ചയം അസത്യം മാഞ്ഞു പോവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ സ്വന്തമായി പറയുക. അല്ലാഹു പറയാൻ പറഞ്ഞ വാക്കാണ് വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ, സത്യം വന്നിരിക്കുന്നു. അല്ലാഹു അവന്റെ വചനങ്ങളെ കൊണ്ട് സത്യത്തെ സ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. അല്ലാഹു ആണ് പറഞ്ഞത്. ബാത്തിലിന്റെ ശക്തികൾ രക്ഷപ്പെടുമോ? ഇല്ല. അല്ലാഹു ആണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഭൂമിയാണ്. ഖലഖസ് സമാവാതി വൽ അർദ്, റബ്ബുൽ ആലമീൻ, സകലത്തെയും നിയന്ത്രിക്കുന്ന അല്ലാഹു ആണ് പറഞ്ഞത്. ഇത് നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ രക്ഷ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇവിടെ നഷ്ടപ്പെടാനില്ല. കാരണം അവരുടെ മരണം പോലും പ്രതിഫലാർഹമാണ്. അവരുടെ മരണം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എഴുതുന്നു. ഏത് രീതിയിലാണ് മരിച്ചത് എങ്കിൽ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്താക്കും. അതുപോലെ അവർ പുനർജീവിക്കും. അതേ സന്തോഷത്തോടുകൂടി ഖാലിദീന ഫീഹാ അബദൻ, നിത്യമായി അവരെ സ്വർഗത്തിൽ നിവസിക്കുക തന്നെ ചെയ്യും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അവരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലതസ്ദിനു ഇൻദല്ലാഹി ജനാഹ ബഊദ മാ സഖാ കാഫിറൻ ശർബത മാ. അല്ലാഹു ഈ മൊത്തം ഈ ദുനിയാവ്, ഈ ലോകം ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയെങ്ങാനും അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ സത്യനിഷേധിക്ക് ഒരിറക്ക് വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത്രയുള്ള ദുനിയാവ്. അപ്പൊ ഇതിൽ നഷ്ടപ്പെട്ടതൊന്നും അവർക്ക് നഷ്ടമല്ല. അവരുടെ ചിന്ത മുഴുവനും വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, ലക്ഷ്യം ആഖിറമാണ്, ലക്ഷ്യം ദുനിയാവല്ല. അവരുടെ ലക്ഷ്യം ആഖിറമാണ്, പരലോകമാണ്, അവിടുത്തെ വിജയമാണ്, അല്ലാഹുവിന്റെ റിദ്വാനാണ്, അല്ലാഹുവിന്റെ തിരുനോട്ടമാണ്, സ്വർഗമാണ് അവരുടെ ലക്ഷ്യം. അത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇവിടെയുള്ള നഷ്ടമൊന്നും നഷ്ടമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും
അനുഭവിച്ച ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് മുക്കിയിട്ട് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അവനോട് ചോദിച്ചു, യബ്ന ആദം, ആദമിന്റെ പുത്ര, അല്ലയോ മനുഷ്യ, വല്ല ദുരിതവും നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലാ വല്ലാഹി യാ റബ്ബ്, സത്യം ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവാണ് ചോദിക്കുന്നത്. അതേ അള്ളാഹിനെ മുൻനിർത്തിയിട്ടാണ്, ആലിമുൽ ഗൈബി വശ്ശഹാദ, അതേ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് അവർ സത്യം ചെയ്യുന്നത്. എന്താ? ലാ വല്ലാഹി യാ റബ്ബ്, അള്ളാഹുൽ സത്യം, അങ്ങനെ ഒരു ദുരിതം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വല്ല ദുരിതവും നിന്റെ അടുത്തുകൂടി കടന്നുപോയിട്ടുണ്ടോ എന്നാണ് പിന്നെ അടുത്ത ചോദ്യം അള്ളാഹുവിന്റെ. സുബ്ഹാനല്ലാഹ്, എന്നോർത്ത് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് സത്യമല്ലേ? അസ്സാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താ? വല്ല അനുഗ്രഹവും നിന്റെ അടുത്തുകൂടി, വല്ല ദുഃഖവും നിന്റെ അടുത്തുകൂടി, ദുരിതവും അടുത്തുകൂടി കടന്നുപോയിട്ടുണ്ട്? ഇല്ല വല്ലാഹി യാ റബ്ബ്. എന്റെ മറുവശം കൂടിയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ച വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നരകത്തിൽ നിന്ന് മുക്കിയിട്ട് എടുത്തിട്ട് അവനോട് ചോദിക്കും, വല്ല അനുഗ്രഹവും നീ കണ്ടിട്ടുണ്ടോ? എല്ലാം മറന്നുപോകും. അവിടെയും ഉത്തരം അതാണ്, ലാ വല്ലാഹി യാ റബ്ബ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നമേയല്ല, ഒരൊറ്റൊരു വിളിയോടുകൂടി തീരും കേട്ടോ. സ്വർഗത്തിലെത്തേണ്ട ആവശ്യമൊന്നുമില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിന്റെ പ്രത്യേകമായ വാഹകർ വന്നിട്ട്, പ്രത്യേകമായ ആളുകൾ, അല്ലാഹു ഏൽപ്പിച്ച ആളുകളാണ്. അല്ലദീ ഉക്കില ബികും ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ ഉക്കില ബികും തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ആ മലക്കുകൾ വന്നിട്ട് ഒരൊറ്റൊരു വാക്ക് പറയേണ്ട താമസം എല്ലാം മറന്നു. ഒരു ദുരിതവും പിന്നെ അവിടെ ഉണ്ടാവില്ല. എന്താ വിളിയെന്താ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ എന്നാണ്. തുമഇനീനത്തുള്ള ആത്മാവേ, അവർക്ക് പേടിയില്ല. തുമഇനീനത്ത് ഹൃദയത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രണ്ട് നെഗറ്റീവ് എനർജിയെ നമ്മൾ പുറന്തള്ളണം. എന്താണത്? ഒന്ന് ഖൗഫ്, മറ്റൊന്ന് ദുഃഖം. ഒന്ന് പേടി, മറ്റൊന്ന് ഹുസ്ൻ. മനുഷ്യന്റെ ആകെ കൂടി പ്രശ്നങ്ങൾ ഈ രണ്ടെണ്ണമാണ്. ഒന്ന് ദുഃഖം, കഴിഞ്ഞ കാലത്തെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് ദുഃഖം വരും. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ കുറെ സംഗതികൾ ഓർത്തിട്ടാണ് പേടി. എനിക്കെന്തെങ്കിലും സംഭവിക്കോ, ഇനി നമ്മുടെ ഭാവി എന്താണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡാഷ് വന്നാൽ, ഇതൊന്നും അല്ലാഹുവിനറിയില്ല. അതില്ലാതിരിക്കുമ്പോഴാണ് തുമഇനീനത്ത്, ശാന്തത അകത്ത് സംഭവിക്കുന്നത്. ആ തുമഇനീനത്ത് സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം ഹൃദയം. അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു ബസീറാണ്, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. അള്ളാഹു എല്ലാത്തിനും മുകളിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. മാലിക്കുൽ മുൽക്ക് അള്ളാഹുവാണ്, റബ്ബുൽ അർബാബ് അള്ളാഹുവാണ്, റബ്ബുൽ അർശിൽ അദീം അള്ളാഹുവാണ് എന്ന അറിവ് നമ്മുടെ ഈമാനായിത്തീരും. വല്ലാഹി ഈ രണ്ട് സംഗതിയും പോയി. ഹുസ്നുമില്ല, പിന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതാണ്. ആദ്യത്തെ മനുഷ്യനെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ സന്മാർഗം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എല്ലാ ദിവസവും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫമൻ തബിയ, ആ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഹിദായത്ത് ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ ഫലാ ഖൗഫുൻ അലൈഹിം, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയുമില്ല, അവർക്ക് ദുഃഖവുമില്ല. വളരെ സുന്ദരമാണ് അവരുടെ ജീവിതം. ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അല്ലാഹുവാണ് പറഞ്ഞത്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആരാണോ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്, ഈമാനോടുകൂടി സൽക്കർമ്മം പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾ, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അല്ലാഹു പറഞ്ഞു അവനെ പരിശുദ്ധമായ ജീവിതം ഞാൻ ജീവിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെയും പരിശുദ്ധമായ ജീവിതം, തുമഇനീനത്തുള്ള ജീവിതം. ഖബറിൽ ചോദ്യം ചോദിച്ച് സുന്ദരമായ ഉത്തരം പറഞ്ഞു. നംക നൗമത്തുൽ അറൂസ്, അവിടെയും സുന്ദരമായ ജീവിതം.
ഇനി മഹ്ശറിൽ അവനെ യാത്രയാക്കപ്പെടുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അവനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെയും സമാധാനത്തിന്റെ ജീവിതം. ഇനി അവിടുന്ന് അങ്ങോട്ടും സ്വർഗത്തിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, യാതൊരു ദുഃഖവുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ അല്ലേ വലാ കിദ്ദാബ, ഒരു പൊയ്വാക്കുകൾ, ഒരു വ്യർത്ഥമായ വാക്കുകൾ, വലിയ വാല്യൂ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, വാല്യബിൾ ആയിട്ടുള്ള വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സ്വർഗത്തിലെ ആളുകൾ. വെറുതെ ഒന്നും പറയില്ല. ലഗ്വ് കേൾക്കൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ സ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല. അവര് ദുആ ചെയ്യണം, വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ യാത്രയാക്കും അല്ലേ? ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ യാത്രയാക്കും. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ, അത് മറഞ്ഞു പോകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആവശ്യപ്പെടുകയാണ്, വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, എനിക്ക് ഏർപ്പെടുത്തി തരണം എന്നാണ് അതിന്റെ അർത്ഥം. വജഅൽ ലീ, എനിക്ക് നീ ഏർപ്പെടുത്തി തരണം, മിൻ ലദുൻക. നമുക്ക് ദുആ ചെയ്യാനുള്ളത് അതാണ്. അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വഅദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. എനിക്ക് നീ ഏർപ്പെടുത്തി തരണം നിന്റെ വക്കിൽ നിന്നുള്ള പ്രത്യേകമായ, എനിക്ക് സഹായകമായ ഒരു അധികാരശക്തി, എനിക്ക് സഹായകമായ ഒരു അധികാരശക്തി. എനിക്ക് സംസാരിക്കണം ഇവരോട് നിന്നെപ്പറ്റി. അല്ലാഹുവേ, നീയാണ് ഞങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നമുക്കത് പ്രചരിപ്പിക്കണ്ടേ? അല്ലാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്, നബിയെ, ഓ നബിയെ, നബ്ബി ഇബാദി, എന്റെ ഇബാദുകൾക്ക് എന്നെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു കൊടുക്കണം, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, എന്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ് എന്നുള്ള സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ഈ ഒരു സന്ദേശം ലോകത്തിന് നമ്മൾ അറിയിക്കണ്ടേ? ഗഫൂറുർ റഹീമായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കണ്ടേ? ഇല്ലേ? റഹീമായ അല്ലാഹുവിലേക്ക്, ഗഫാറായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കണ്ടേ? തീർച്ചയായും അതിന് എന്റെ നാവിന് ശക്തി വേണം, എന്റെ മനസ്സിന് ശക്തി വേണം, എന്റെ ഈമാനിന് ശക്തി വേണം. ഈമാനിക ശക്തിയുള്ള സൗഹൃദ വലയം എനിക്ക് ആവശ്യമാണ്, പരിസരം എനിക്ക് ആവശ്യമാണ്, ഭൂമിക എനിക്ക് ആവശ്യമാണ്. ഇതാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്. വജഅൽ ലീ, എനിക്ക് നീ ഏർപ്പെടുത്തി തരണം, മിൻ ലദുൻക, നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ, സുൽത്താനൻ നസീറ, സഹായകമായ ഒരു തെളിവ്, ഒരു ശക്തി എനിക്ക് ആവശ്യമാണ് റബ്ബേ. എനിക്കിവിടെ നിലനിൽക്കാൻ, നിന്നെപ്പറ്റി പ്രചരിപ്പിക്കാൻ, സംസാരിക്കുവാൻ ആവശ്യമാണ് റബ്ബേ. സത്യനിഷേധികളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഇടപെടലുകൾ ആവശ്യമാണ് റബ്ബേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദുആ, അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ വഖുൽ ജാഅൽ ഹഖ്. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഇത് എന്തോ സാധാരണ ഈ കൈച്ചിട്ട് എന്നവർ പറയലുണ്ട്, എല്ലാം കൈക്കലാണല്ലോ നമ്മള്. ഇങ്ങനെയാണ് ഖുർആൻ ഒക്കെ മാറണം, അതിന്റെ ശൈലിയൊക്കെ മാറണം. ഒരനുഭവിച്ചറിയുന്ന ഒരാൾ എങ്ങനെയാ സംസാരിക്കുക? വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. അല്ലേ? അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി സംസാരിക്കുന്നത്. ഇതേ ആ ട്യൂണ്, നമ്മുടെ ട്യൂണൊക്കെ ചേഞ്ച് ആവണം. ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ നമ്മൾ മുന്നോട്ട് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.